ഹലോ, ഇന്നത്തെ വീഡിയോയിൽ അല്പം ശബ്ദം കുറവാണ്, നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ നല്ല ക്ലാരിറ്റിയോടുകൂടി ഞാൻ സംസാരിക്കുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ക്ഷമിച്ച് എൻ്റെ വീഡിയോ കാണണേ. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. രാവിലത്തെ പരിപാടികൾ തുടങ്ങാം. എല്ലാവരും നമുക്ക് രാവിലെ കഞ്ഞി വയ്ക്കാൻ തുടങ്ങാം. ഇന്ന് കഞ്ഞി നവര മീനാണ് വാങ്ങിച്ചത്. നവര മീനും കൂട്ടാൻ വെച്ച് നമുക്ക് ഇന്നത്തെ ഉച്ച കൊണ്ടെടുക്കാം. എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത് നവര മീനാണേ. ഉണ്ടാ, ഇത് നവരക്കാലം, നവര, വാള ഇതൊക്കെ പറഞ്ഞ സമയമില്ലേ. കർക്കിടകമൊക്കെ കഴിഞ്ഞ് നവരയും വാളയൊക്കെ കിട്ടി. ഇതാ കണ്ടോളൂ ഇന്നത്തെ മീൻ. ഇതൊക്കെ എല്ലാവർക്കും മീൻ കറി വെച്ച് തരാം കേട്ടോ. എല്ലാവരും വന്നോളൂ. എന്നോട് കാലെടുക്കാൻ ഞാൻ എല്ലാവരെയും വിളിക്കണം, പക്ഷെ ആരും അറിയില്ല കേട്ടോ. ഞാൻ നിങ്ങളൊക്കെ മിണ്ടൂല, കിടക്കാം. ഇങ്ങനെ രാവിലെ നമുക്ക് രാവിലെ ഉറപ്പ് വെച്ചപ്പോഴാണ് തിരിഞ്ഞ് നിൽക്കാം. വീട്ടിലെ ജോലിയൊക്കെ എത്രയും പെട്ടെന്ന് ജോലിയൊക്കെ കൊടുക്കുക. എനിക്കിന്ന് കുറച്ച് ജോലി കൂടുതലുണ്ട് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ 8 ദിവസം കൊണ്ട് വീട്ടിൽ നിൽക്കത്തില്ല. ഇന്നലെ എൻ്റെ മോളെ വീട്ടിൽ പോയിരുന്നു. വന്നിട്ട് രാത്രിയായി. പിന്നെ ഞാൻ അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോയി. അന്ന് വന്നപ്പോഴും 4 മണിയൊക്കെ ആയി. അപ്പം വീട്ടിലൊക്കെ കുറച്ച് ജോലി. രാവിലെ കുറച്ച് മുട്ടക്കറി ചതച്ചെടുക്കുന്നതാണ്. ഇഞ്ചിയും വെളിച്ചെണ്ണയും തടച്ച് ചെറിയ മുട്ടൊക്കെ ഇട്ട് കഴിഞ്ഞു. നമുക്കിനി ഇതാ സവാളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി. ചെറിയതാണ്, നമ്മൾ 2-3 പിള്ളേയും കൂട്ടി 3 വരെ ഉള്ളൂ. അപ്പം നമുക്ക് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലേ? ഇത് കാണാനൊരു മടി ഇല്ലേ? കാണണേ, അതുപോലെ കാണുന്നുണ്ട് കേട്ടോ. കാണുന്നവരോടൊക്കെ എനിക്ക് താങ്ക്സാണ്. ഇപ്പം കുറേ ലോങ് വീഡിയോ ഇടക്കം കുറവായിരുന്നതുകൊണ്ട് എൻ്റെ വീഡിയോയ്ക്ക് ഒരു അല്പം ബുദ്ധിമാന്യം സംഭവിച്ചോ എന്ന് എനിക്കൊരു ചെറിയ സംശയം. ഞാനിപ്പോൾ വീണ്ടും വീഡിയോ ഇടാൻ പറ്റും. ചില ദിവസങ്ങളിൽ ഇപ്പോൾ എന്ന് വിടണമെന്ന് ഞാൻ വിചാരിക്കും, അന്നൊന്നുള്ള വിശേഷങ്ങൾ. ചില ദിവസങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നെറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇന്ന് താമസിക്കുന്നത്. പിന്നെ ഇന്ന് ഞാൻ ഇട്ടല്ലോ, ഇന്നലെ ഞാൻ ഇട്ടതാണ്, ഇന്നും ഇടുന്നുണ്ട്. ഞാൻ തലേ ദിവസത്തെ വീഡിയോയാണ് പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യണത്. അറിയാം എല്ലാവരും വീഡിയോ കാണണം. ഇങ്ങനെ മുട്ടക്കറി റെഡിയായ ശേഷം ഇനി കാണുന്നു. ഇത് മുട്ടക്കറി റെഡിയായി കേട്ടോ. ഇനി എനിക്ക് തിരിഞ്ഞു നിൽക്കാൻ സമയമില്ല. അപ്പോൾ രാവിലെ മരം വെട്ടി എന്ന് അമ്മ വിളിച്ച് പറഞ്ഞു. ഞാനിതാ ഓടിപ്പോയി പാലൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇനി ബാക്കിയുള്ളൂ. മഴ അല്ലെങ്കിൽ എല്ലാം ഒതുക്കിയിട്ടേ പോവുള്ളൂ. പക്ഷെ മണി 6 ആയി. ഇനി തിരിഞ്ഞു നിന്നാൽ എൻ്റെ പാല് വെള്ളം കൊണ്ട് പോയിട്ട് വന്നിട്ട് ബാക്കി ജോലി. അങ്ങനെ ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് വന്ന് മീനിനൊക്കെ അരച്ച് റെഡിയാക്കുകയാണ്. മീൻ അമ്മയിലൊന്നും അരയ്ക്കാനൊന്നും വയ്യ കേട്ടോ. അതിന് മീൻ മിക്സിയിൽ അരച്ച് മാറ്റി. പിന്നെ നമ്മുടെ മീനിനെയൊക്കെ കഴുകി റെഡിയാക്കി വെച്ചു. എല്ലാം കഴുകി വെച്ചു. അപ്പോൾ നമുക്കിനി മീൻ കറി വയ്ക്കാം. അങ്ങനെ ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് വന്നാണ് കേട്ടോ ബാക്കി അടുത്ത പരിപാടികൾ. മഴയെ വിശ്വസിക്കാൻ പറ്റില്ല. മഴ എപ്പോഴാണ് നമ്മൾ ശ്രമിക്കുന്നത് പറയുന്നത്. അങ്ങനെ മീൻ കറി കളക്കി മീൻ ഫ്രൈക്ക് വേണ്ടി 3 മീനുള്ളൂ. ഫ്രൈക്ക് വേണ്ടി റെഡിയാക്കി മീൻ അവിയൽ വെക്കണം. പിന്നെ ജോലിയൊന്നുമില്ല. സാമ്പാർ വെക്കണം. വയ്ക്കണില്ല, ഇന്നലത്തെ സാമ്പാർ. ഇന്ന് സാമ്പാർ വെക്കണം. അപ്പോൾ മീൻ കറി ഫ്രൈയും അവിയലും ചോറും സലാഡും ഉണ്ടാക്കുമ്പോൾ ഇന്നത്തെ കാര്യം ഓക്കെ. അപ്പം പിന്നെ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരാളിവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. കള്ളനെ പോലെ ഇവിടെ വന്നിരുന്നിട്ട് എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നത് കണ്ടല്ലോ. വണ്ടിയിൽ കയറി ഇരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ കൂടി അവനെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കാനാണ്. അവിടെ ഇരുന്ന് മുക്കലും മൂളലും മുറുവലും. അങ്ങനെ ഒരു ലോഹ കള്ളൻ. ഈ ചക്കിന് മക്കളോടെ ഇരുന്നോളി കേട്ടാ. അങ്ങനെ ഇതാ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തു കഴിക്കും കേട്ടോ. ചെറിയ 3 മീനാണ്. ഞങ്ങൾക്ക് 2 മതിയല്ലോ ഇല്ലേ? അത് മതി. നമുക്ക് അവിയൽ വയ്ക്കാം. എന്താ ക്യാരറ്റ്, വെള്ളരിക്ക, വാഴയ്ക്ക, ചക്കക്കുരു, മുരിങ്ങയ്ക്ക, പടവലങ്ങ, നമ്മളെ അമരപ്പയർ എല്ലാം കൂടി ചേർത്ത് നമുക്ക് അവിയൽ വയ്ക്കാം. ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളെ ഇവിടെയൊക്കെ തിരുവനന്തപുരം ജില്ലക്കാരുടെ അവിയലാണ് ഇത്. അങ്ങനെ നമുക്ക് അവിയൽ വയ്ക്കാം. എല്ലാം കൂടി ഇട്ട്
കുറച്ച് വെള്ളവും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ആദ്യം അടുപ്പിൽ വയ്ക്കാം. അത് കഴിഞ്ഞ് കുറച്ചൊരു വേവായതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് ലാസ്റ്റിൽ കൂട്ടൊക്കെ ഇട്ട് അങ്ങനെയാണ് വയ്ക്കണേ. ഞാൻ അവിയൽ അടുപ്പ് വയ്ക്കാൻ പോവേണേ. അവിയലിന് അടുപ്പ് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങ് അടുപ്പ് വയ്ക്കാം. അതാണ് നമ്മൾ അതവിടെ ഇരുന്ന് വേവട്ട്. അങ്ങനെ ഇതാ അവിയൽ റെഡിയായി. നമുക്കൊന്ന് കൂട്ടൊക്കെ ഇട്ട് റെഡിയാക്കി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കങ്ങ് നിർത്താം. ഇന്നലത്തെ കുറച്ച് സാമ്പാറാണേ. അവിയൽ റെഡി. സലാഡിന് അരിഞ്ഞു വെച്ചു. കഴിഞ്ഞു. ഇനി കുറച്ച് പുറത്ത് പണികൾ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് റെസ്റ്റ്. ഇന്ന് ഫുള്ള് റെസ്റ്റാണ്. ഒരു ജോലിയില്ല. വെറുതെ ഒട്ടി ഒന്ന് നുണയും പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമാണ് ഇന്നത്തെ ജോലി.